ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണ്, നമ്മൾ സെല്ലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാണ്? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. പുതിയ ചാപ്റ്ററാണ്. ഏതാണ്? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററിലെ എന്താണ് സെൽ സൈക്കിളും സെൽ ഡിവിഷനും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്നതെന്നാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഇനി സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെൽ സൈക്കിൾ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ഓർഗാനിസവും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് ചെയ്യുന്നുണ്ട് അല്ലേ, വളരുന്നുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞിലെ ജനിച്ചു അല്ലേ, നമ്മൾ ഫീറ്റസ്, അതായത് ഭ്രൂണം ആയിട്ട് അമ്മയുടെ ഉദരത്തിൽ ഫോം ചെയ്ത് ആ കാലം തൊട്ട് നമ്മൾ അങ്ങനെ തന്നെയാണോ, വയറ്റിൽ തന്നെയാണോ? അല്ല, നമ്മൾ വളരുമായിരുന്നു അല്ലേ. 10 മാസം അല്ലെ 9 മാസം നമ്മൾ അമ്മയുടെ ഉദരത്തിനുള്ളിൽ വളർന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു അല്ലെ. പുറത്തേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ കാല് വളരുന്നു, കൈ വളരുന്നു അല്ലേ, നമ്മുടെ ബുദ്ധി വളരുന്നു അല്ലേ. എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി പാർട്സ് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ ഓർഗാനിസും നോക്കിയാൽ മനുഷ്യന് മാത്രമല്ല, പ്ലാന്റ്സ് അല്ലെ, നമ്മളൊരു വിത്ത് നടന്നു അല്ലെ, പിന്നെ തുടർന്ന് എന്താണ്, ഇല വരുന്നു അല്ലെ, പിന്നെ എന്താണ്, മുട്ടിടുന്നു, പൂവിടുന്നു, കായ്ക്കുന്നു. ഇതെല്ലാം എന്താണ്? ഗ്രോത്തിൻ്റെ ഭാഗമാണ് അല്ലെ, അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ്. അപ്പം ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ഓൺ ദി ഡിവിഷൻ ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് സെൽസ്. അതായത് എന്താണ്, ഒരു ഓർഗാനിസത്തിന്റെ വളർച്ചയും റീപ്രൊഡക്ഷൻ ആണ് എന്തിന് സാധ്യമാകുന്നത്? അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ സാധ്യമാക്കുന്നു. ഓക്കെ, ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ഓൺ ദ ഡിവിഷൻ ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് സെൽസ്. എന്താണ്? സെല്ലിൻ്റെ ഡിവിഷനും അതിൻ്റെ എൻലാർജ്മെന്റിന്റെ ബേസിലാണ് എന്ത് സാധ്യമാവുന്നത്? ആ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്തും ആൻഡ് റീപ്രൊഡക്ഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്നാ പറഞ്ഞത്? സെൽ ഡിവിഷൻ ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് സെൽസ്. സെൽസിന്റെ എൻലാർജ്മെന്റും സെൽ ഡിവിഷനെയും ബേസ് ചെയ്താന്ന് പറഞ്ഞു. ഇനി ഇതിൽ നമ്മൾ എന്താണ്, ഈ സെൽ സൈക്കിളും ഉണ്ട്, സെൽ ഡിവിഷനും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവൈഡ് ചെയ്യുക അല്ലേ. എന്താണത്? ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിനെ രണ്ടായിട്ട് പിന്നെയും അല്ലെ അത് മുറിച്ചു, എന്താണ്, ഘട്ടം ഘട്ടം ആവുക അല്ലെ, അതിനെ എന്താ, വിഭജിക്കുക എന്നാണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സെൽ ഡിവിഷനകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്? DNA റെപ്ലിക്കേഷനും ഉണ്ടാവുന്നുണ്ട്. അതിലൂടെ എന്താണ്, സെൽ ഗ്രോത്തും സാധ്യമാവുന്നുണ്ട്. DNA റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലായ DNA എവിടെയാണ്? നമ്മുടെ സെല്ലിനുള്ളിലെ ന്യൂക്ലിയസിനകത്താണ് അല്ലേ. സെല്ലിനുള്ളിലെ ന്യൂക്ലിയസിനുള്ളിലാണ്. അപ്പോൾ എന്താണ്, സെൽ ഡിവിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ DNA റെപ്ലിക്കേഷനും ഉണ്ടാകുന്നുണ്ട്, ദെൻ സെൽ ഗ്രോത്തും ഉണ്ടാകുന്നുണ്ട് അല്ലെ. സെൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. ഇനി ഒരു സെൽ സൈക്കിളിൽ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? അവിടെ എന്താണ്, 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. സെൽ സൈക്കിളിൽ എന്താണ്, 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? സെല്ല് എന്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആ ജീനോമിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ജനറ്റിക് മെറ്റീരിയൽ എവിടെയാണെന്ന് പറഞ്ഞേ? DNA-ക്കുള്ളിലാണ്, നമ്മുടെ സെല്ലിനുള്ളിലെ ന്യൂക്ലിയസിനുള്ളിലാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൽ ഡിവിഷനും സെൽ ഗ്രോത്തും സെൽ സൈക്കിളൊക്കെ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിന് എന്തൊക്കെയോ മാറ്റം വരുന്നു, സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, സെല്ലിന് എൻലാർജ്മെന്റ് ഉണ്ടാകുന്നു അല്ലേ. ഇതൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് എന്താണ് സംഭവിക്കുന്നത്? DNA-ക്ക് റെപ്ലിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അല്ലെ, മുറിയപ്പെടുന്നുണ്ട്. അപ്പോൾ DNA അതിൻ്റെ കോപ്പി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ DNA റെപ്ലിക്കേഷനും സെൽ ഗ്രോത്ത് അല്ലെ. ഇനി സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതും ഉണ്ട്, അതിനോടൊപ്പം തന്നെ എന്താണ്, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെ, സെൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ്സ് ജീനോം. അതുപോലെ തന്നെ എന്താണ്, 2 ഡോട്ടർ സെൽസും ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു? എല്ലാ ഓർഗാനിസവും എന്താണ്, അതിൻ്റെ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെല്ലിൻ്റെ ഡിവിഷനെയും അതിൻ്റെ എൻലാർജ്മെന്റിനെയും ബേസാന്ന് പറഞ്ഞു. ഇനി ഒരു സെല്ലിൻ്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് അല്ലെ, ആ ലൈഫ് പീരീഡിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ഒന്നാമത്തത് സിന്തസൈസ് DNA. സിന്തസൈസ് DNA എന്ന് പറഞ്ഞാൽ DNA ഫോം ചെയ്യുന്നത്, അതിന് നമുക്ക് DNA റെപ്ലിക്കേഷൻ എന്ന് പറയാം. ദെൻ ആ സെല്ലിൻ്റെ ഗ്രോ, അതുപോലെ തന്നെ എന്താണ്, DNA സിന്തസൈസ് ഉണ്ട്, DNA ഗ്രോ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, അതിൽ നിന്ന് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നത്. എന്താണ്? സെല്ലിൻ്റെ സിന്തസൈസ് ഉണ്ട്, അതുപോലെ തന്നെ സെല്ലിൻ്റെ ഗ്രോ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ആ
ഗ്രോ ചെയ്ത സെല്ല് എന്തായി 2 ഡോട്ടർ സെൽസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഒരു സെൽ ഡിവിഷൻ അല്ലെ സെല്ലിന്റെ ആ ഒരു ലൈഫ് പീരീഡ് കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വളർച്ചാ കാലഘട്ടത്തെ നമ്മൾ എന്തൊക്കെ പറയുന്നു? ശിശുവായിരുന്ന ഒരു കാലഘട്ടമുണ്ട് അല്ലെ, പിന്നെ എന്താണ് ബാല്യകാലമുണ്ട് അല്ലെ, പിന്നെ കൗമാര കാലഘട്ടം, ടീനേജ് അല്ലെ, പിന്നെ എന്താണ് യൂത്ത് ആയിട്ടുള്ള യൗവനകാലം, പിന്നെ എന്താണ് വാർദ്ധക്യകാലം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും എന്താണ് അവരുടെ ലൈഫ് പീരീഡിൽ എന്തൊക്കെയുണ്ട്? DNA സിന്തസൈസ് അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ, പിന്നെ സെൽ ഗ്രോത്ത്, എന്താണ് നമ്മുടെ ആ സെല്ല് 2 ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ. ഇനി സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. തുടർച്ചയായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇനി അതിൽ DNA സിന്തസിസ് എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേജിൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? DNA സിന്തസിസ് നടക്കുന്നുള്ളൂ. ടീച്ചർ എന്താണ് പറഞ്ഞത്? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന പാഠത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ് പറഞ്ഞത്? സെൽ ഡിവിഷൻ അല്ലെ സെൽ സൈക്കിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസത്തിന്റെ അതിൻ്റെ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെല്ലിൻ്റെ ഗ്രോത്തും സെല്ലിൻ്റെ എൻലാർജ്മെൻറ്റിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ ലൈഫ് പീരീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തൊക്കെ നടക്കുന്നുണ്ട്? ആ സെല്ല് DNA സിന്തസൈസ് ചെയ്യുന്നുണ്ട്, അത് ഗ്രോ ചെയ്യുന്നുണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് 2 ഡോട്ടർ സെൽസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇനി ഈ DNA സിന്തസിസ് നടക്കുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞത്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് DNA സിന്തസൈസ് നടക്കത്തുള്ളൂ. ഇനി ഓരോ ഓർഗാനിസത്തെയും ബേസ് ചെയ്ത് ഓർഗാനിസത്തിന്റെ സെൽ ടൈപ്പിനെ ബേസ് ചെയ്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? സെൽ സൈക്കിൾ എന്ത് ചെയ്യും? വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് ഓരോ ഓർഗാനിസത്തെയും ബേസ് ചെയ്തും ആ ഓർഗാനിസത്തിലുള്ള സെൽ ടൈപ്പിനെ ബേസ് ചെയ്ത് അതിൻ്റെ സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ സെൽ സൈക്കിൾ എന്ത് ചെയ്യും? വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നാണ് പറഞ്ഞത്. സെൽ സൈക്കിൾ എന്ത് ചെയ്യും? വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇനി ഒരു യൂക്യാരിയോട്ടിക് സെൽ എടുത്ത് നോക്കിയാൽ ഒരു യൂക്യാരിയോട്ടിക് സെല്ലിലെ സെൽ സൈക്കിളിന്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ 24 hours ആണ്. എത്രയാണ്? 24 hours ആണ്. 24 hours ആണ്. 24 hours എടുത്താണ് ഒരു യൂക്യാരിയോട്ടിക് സെല്ലിൽ നടക്കുന്നത്? സെൽ സൈക്കിള് നടക്കുന്നത്. അതേസമയം ഈസ്റ്റ് പോലെയുള്ള ഒരു ഓർഗാനിസത്തിൽ 90 മിനിറ്റ് കൊണ്ട് എന്ത് നടക്കും? അതിൻ്റെ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ആകും. മനസ്സിലായോ? 90 മിനിറ്റും കൊണ്ട് അതിൻ്റെ സെൽ സൈക്കിൾ പൂർണ്ണമാകും. അതായത് ഒരു യൂക്യാരിയോട്ടിക് സെൽ, ഉദാഹരണമായിട്ട് ഹ്യൂമൻ സെൽ, നമ്മുടെ സെല്ലിൽ 24 മണിക്കൂറും കൊണ്ട് സെൽ സൈക്കിൾ കംപ്ലീറ്റഡ് ആവും. ഇനി ഈസ്റ്റ് പോലെയുള്ളതിലാണെങ്കിൽ ഒരു 90 മിനിറ്റ് വേണ്ടി വരും സെൽ സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ സെൽ സൈക്കിളിന് വേണ്ടിയുള്ള സമയം എടുക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സെൽ സൈക്കിളിന് 2 ഫേസസ് ഉണ്ട്. നമ്മുടെ ഈ സെൽ സൈക്കിളിന് 2 ഫേസസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എം ഫേസും ആൻഡ് ഇന്റർഫേസും. ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട്. ഏതൊക്കെ ഫേസ് ആണുള്ളത്? ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട്. സെൽ സൈക്കിളിനെ 2 ഫേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്റർഫേസ് ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ഫേസും ഉണ്ട്? എം ഫേസും ഉണ്ട്. ഏതൊക്കെയാണ്? ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട്. നമ്മുടെ സെൽ സൈക്കിളിന് 2 ഫേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട്. ക്ലിയർ ആയോ? ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട് നമ്മുടെ സെൽ സൈക്കിളിൽ. ഇനി ഇതിൽ ഇന്റർഫേസിന് എന്തുണ്ട്? 3 ഫേസ് ഉണ്ട്. ഇതിലെ ഇന്റർഫേസിന് എന്ത് ഫേസ് ഉണ്ട്? 3 ഫേസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? G1 ഫേസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? ഇന്റർഫേസിനകത്ത് വരുന്നതാണ്.
ഇന്റർഫേസിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് സെൽ സൈക്കിളിന് 2 ഫേസ് ഉണ്ട്, ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട്. ഈ ഇന്റർഫേസിന് 3 സ്റ്റേജ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ G1 ഫേസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. ഏതാണ്? G1 ഫേസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? ഏതൊക്കെയാണ് ഫേസ്? G1 ഫേസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, ദെൻ എന്താണ്? G2 ഫേസ് ഉണ്ട്. G1, G2, എസ് ഫേസ്. എന്താണ്? ഇന്റർഫേസ് ഉണ്ട്, എം ഫേസും ഉണ്ട് അല്ലെ? ഇത് രണ്ടുമാണ് നമ്മുടെ സെൽ സൈക്കിളിൽ 2 ഫേസസ് എന്ന് പറഞ്ഞു. ഇതിൽ ഇന്റർഫേസിന് എന്തുണ്ടെന്നാ പറഞ്ഞത്? G1 ഫേസും ഉണ്ട്, എസ് ഫേസും ഉണ്ട്, G2 ഫേസും ഉണ്ട്. ഏതാണ്? G1 ഉണ്ട്, എസ് ഫേസും ഉണ്ട്, G2 ഫേസും ഉണ്ട്. G1 ഫേസും ഉണ്ട്, G2 ഫേസും ഉണ്ട്, എസ് ഫേസ് ഉണ്ട്. ഈ ചിത്രത്തിൽ ഇതാണ് കേട്ടോ എം ഫേസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇന്റർഫേസിനെ നമ്മൾ റെസ്റ്റിംഗ് ഫേസ് എന്നുകൂടി പറയുന്നുണ്ട്. എന്തെന്നും പറയുന്നുണ്ട്? റെസ്റ്റിംഗ് ഫേസ് എന്നുകൂടി പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് 2 സക്സസീവ് ആയിട്ടുള്ള എം ഫേസിന്റെ ഇടയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ നമ്മുടെ ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതിനകത്താണ് സെൽ ഗ്രോത്തും DNA സിന്തസിസും നടക്കുന്നത്. എവിടെയാണ്? നമ്മുടെ ഈ ഇന്റർഫേസ് ആയ ഈ ഫേസിലാണ് എന്ത് നടക്കുന്നത്? സെൽ ഗ്രോത്തും DNA സിന്തസിസും നടക്കുന്നത്. സെൽ ഗ്രോത്തും DNA സിന്തസിസും നടക്കുന്നത് ഇന്റർഫേസ് റെസ്റ്റിംഗ് ഫേസിലാണ്. ഇനി നമ്മുടെ സെൽ സൈക്കിളിന്റെ 95% ഡ്യൂറേഷൻ എടുക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഇന്റർഫേസിലാണ് കേട്ടോ, ഇന്റർഫേസിലാണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്റർഫേസിന് 3 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? G1, G2, എസ് ഫേസ്. G1, G2, എസ് ഫേസ്. ഇന്റർഫേസിൽ നമ്മൾ എന്തെന്നും കൂടി പറയുന്നുണ്ട്? റെസ്റ്റിംഗ് ഫേസ് എന്നുകൂടി പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു? പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇതിനകത്ത് സെൽ ഗ്രോത്തും DNA സിന്തസിസും നടക്കുന്നുണ്ട്. ഇവിടെയാണ്, ഈ ഫേസിലാണ് എന്ത് നടക്കുന്നത്? സെല്ലിന്റെ ഗ്രോത്തും അതുപോലെ തന്നെ DNA സിന്തസിസ്, അതായത് DNAയുടെ ഫോർമേഷൻ നടക്കുന്നതും ഈ സെല്ലിലെ ഈ ഒരു സ്റ്റേജിലാണ്. ഇനി നമ്മുടെ സെൽ സൈക്കിളിന്റെ ഒരു 95% കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു ഡ്യൂറേഷന്റെ സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ഡ്യൂറേഷൻ എടുക്കും ഇതിനു വേണ്ടി തന്നെ കേട്ടോ, ഈ സെൽ സൈക്കിളിൽ. ദെൻ ഇന്റർഫേസിൽ നമ്മൾ പറഞ്ഞു 3 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതാണ്? G1 ഫേസും ഉണ്ട്, എസ് ഫേസും ഉണ്ട്, G2 ഫേസും ഉണ്ട്. G1 മീൻസ് G ഡിനോട്ട് ചെയ്യുന്നത് ഗ്യാപ്പ് ആണ്, ഗ്യാപ്പ്. ഓക്കെ, ഗ്യാപ്പ് 1 അല്ലെ ആന്റി ഫേസ് എന്ന് പറയും. എസ് എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ഫേസ് ആണ്, G2 ഫേസ്. ദെൻ ഗ്യാപ്പ് 2 ഫേസ് എന്ന് പറയുന്നു. ഇനി ഈ G1 ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് ആണ്. ഏതെന്ന് പറയുന്നത്? നമ്മുടെ G1 ഫേസ് എന്ന് പറയുന്നത് അല്ലെ? G1 ഫേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് ആണ്. ഏത്? ഫസ്റ്റ് ഗ്യാപ്പ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ G1 ഫേസ്, ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് ആണ്. ദെൻ ഇവിടെ എന്ന് പറയുന്നത് മൈറ്റോസിസിനും DNA റെപ്ലിക്കേഷനും ഇടയിലൊരു ഇന്റർവെൽ ടൈം ആണ്. എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് ആയ G1 ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് DNA റെപ്ലിക്കേഷൻ. അതായത് മൈറ്റോസിസിന് ശേഷം DNA റെപ്ലിക്കേഷനും ഇടയിൽ ഒരു ഇന്റർവെൽ ടൈം പീരീഡ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് ആയ G1 ഫേസിനെ പറയുന്നത് അല്ലെ? ഇറ്റ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് DNA റെപ്ലിക്കേഷൻ. ഇനി ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് നടക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സെല്ലിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുന്നത് ഈ സ്റ്റേജിലാണ്. എന്താണ്? കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് സെല്ല് സാധ്യമാകുന്നത് ഏത് ഫേസിലാണ്? നമ്മുടെ G1 ഫേസിലാണ് കേട്ടോ. G1 ഫേസിലാണ് എന്ത് സാധ്യമാകുന്നത്? കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് സെല്ല്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? സെൽ ബിക്കംസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആകുന്നത്. എന്താണ്? നമ്മുടെ ഈ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആകുന്നതും ഏത് ഫേസിലാണ്? G1 ഫേസിലാണ്. മെറ്റബോളിക്കലി ആക്റ്റീവ് ആകുമെന്ന് പറയാന്ന് പറഞ്ഞാൽ മെറ്റബോളിക്കലി കെമിക്കലി അല്ലെ, എന്തൊക്കെയോ കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സെല്ല്. അപ്പൊ അതിന്റെ സഹായത്തോടുകൂടി അതിന് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ മെറ്റബോളിക്കലി ആക്റ്റീവ് ആകുന്ന ഫേസ് എന്ന് പറയുന്നതും ഏത് ഫേസ് ആണ്? G1 ഫേസ് ആണ്. ദെൻ പ്രിപ്പേഴ്സ് മെഷീനറി ഫോർ DNA റെപ്ലിക്കേഷൻ. ഈ സ്റ്റേജിലാണ് എന്താണ്? DNA റെപ്ലിക്കേഷൻ ആവശ്യമായ മെഷീനറീസിനെ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഫേസിലാണ്. ഏത് ഫേസിലാണ്? G1 ഫേസിലാണ്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? സിന്തസൈസ് RNA ആൻഡ് പ്രോട്ടീൻസ്. RNAയുടെയും പ്രോട്ടീൻസിന്റെയും സിന്തസൈസ് നടക്കുന്നതും എവിടെയാണ്? ഏത് ടൈമിലാണ്? നമ്മുടെ ഈ G1 ഫേസിലാണ്. അപ്പോൾ G1 ഫേസ് നടക്കുന്ന പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് എന്താണ് പറഞ്ഞത്? സിന്തസിസ് നടക്കുന്നുണ്ട്. ആരുടെയൊക്കെ? RNAയുടെയും പ്രോട്ടീൻസിന്റെയും സിന്തസിസ് നടക്കുന്നത് നമ്മുടെ ഈ G1 ഫേസിലാണെന്ന് പറഞ്ഞു. ദെൻ ഇതെന്താണ്? ഒരു ഇന്റർവെൽ ബിറ്റ്വീൻ ഏതിനിടയിൽ? മൈറ്റോസിസിനും DNA റെപ്ലിക്കേഷനും ഇടയിൽ ഇന്റർവെൽ നടക്കുന്ന ഒരു ഇന്റർവെല്ല്
ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് ഇതെന്ന് പറയുന്നത് G1 ഫേസ് എന്ന് പറയുന്നത്. ഇനി പിന്നെ എന്ത് നമ്മൾ പറഞ്ഞു, കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് സെല്ല് സാധ്യമാകുന്നതും ഈ ഫേസിലാന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഈ സെൽ എങ്ങനെയായിരിക്കും, ഇത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആകുന്ന ഫേസ് എന്ന് പറയുന്നതും G1 ഫേസ് ആണ്. ഇനി എന്താണ്, DNA റെപ്ലിക്കേഷൻ നടത്താൻ സാധ്യമായ മെഷീനറീസിനെ പ്രിപ്പയർ ചെയ്യുന്നതും ഏത് ഫേസിൽ തന്നെയാണ്, നമ്മുടെ ഈ G1 ഫേസിലാണ്. ദെൻ അടുത്ത ഫേസ് ആണ് എന്തെന്ന് പറയുന്നത്, സിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത്. എന്താണ് സിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത്? ഏതാണ് നമ്മുടെ ഈ ഇത് ഏത് ഫേസ്? എസ് ഫേസ്. കണ്ടോ, എസ് ഫേസ് ഇതാ കേട്ടോ. എസ് ഫേസ് ഏതാണ്? ഇത് കണ്ടോ, ഇതാണ് എസ് ഫേസ്. കണ്ടോ, ഇതാണ് ഏത് G1 ഫേസ്, ഇതാണ് എന്ത് എസ് ഫേസ്. ഇതാണ് എസ് ഫേസ്, ഇതാണ് ഏത് G1 ഫേസ്. ഇനി ഈ എസ് ഫേസ് നമ്മൾ സിന്തസിസ് ഫേസ് അല്ലേ, സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്, സിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. എന്താണ്, DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഏത് ഫേസിലാണ്? നമ്മുടെ എസ് ഫേസിലാണ്. എസ് ഫേസിലാണ് എന്ത് നടക്കുന്നത്, DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് എന്ത് നടക്കുന്നുണ്ട്, DNA എണ്ണത്തിൽ എന്ത് വരുന്നുണ്ട്, ഒരു കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷെ ക്രോമസോം നമ്പർ ഇൻക്രീസ് ചെയ്യുന്നില്ല. അത് നോട്ട് പോയിന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. എന്താണ്, DNA എണ്ണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡബിളിങ് വരുന്നുണ്ട്. പക്ഷെ ക്രോമസോം നമ്പർ എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല. ക്രോമസോം നമ്പർ എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല. പക്ഷെ എന്ത് ഡബിൾ ആവുന്നുണ്ട്, DNA ഡബിൾ ആകുന്നുണ്ട്. പക്ഷെ ക്രോമസോം സംഖ്യ എന്ത് ചെയ്യുന്നില്ല, ഇരട്ടിക്കുന്നില്ല. ക്രോമസോം സംഖ്യ ഇരട്ടിക്കുന്നില്ല. ഇനി ആനിമൽ സെല്ലിൽ DNA റെപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. എന്താണ്, ഒരു ആനിമൽ സെല്ലിൽ DNA റെപ്ലിക്കേഷന്റെ ആരംഭം എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. ആൻഡ് ദ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ദി സൈറ്റോപ്ലാസം. ആൻഡ് ദ സെൻട്രിയോൾ എന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ദി സൈറ്റോപ്ലാസം. സെൻട്രിയോള് സൈറ്റോപ്ലാസത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആനിമൽ സെൽസിൽ റെപ്ലിക്കേഷൻ ബിഗിൻസ് ചെയ്യുന്നത് ഇൻ ദ ന്യൂക്ലിയസിലാണ്. ആൻഡ് ദ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ദി സൈറ്റോപ്ലാസം. സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. അപ്പം ഈ എസ് ഫേസ്, സിന്തസിസ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തിൻ്റെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്, ഈ ഫേസിലാണ്, സിന്തറ്റിക് ഫേസിലാണ്. അവിടെ എന്താണ്, DNA എണ്ണം ഡബിളിങ് ആവുന്നുണ്ട്. പക്ഷെ ക്രോമസോം എണ്ണം എന്ത് ചെയ്യുന്നില്ല, ഇരട്ടിക്കുന്നില്ല, അല്ലെ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പം ആനിമൽ സെല്ലിൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്, നമ്മൾ ന്യൂക്ലിയസിനുള്ളിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. മനസ്സിലായോ? ഇതുണ്ടോ, ഇതാണ് DNA അല്ലെ. ഈ DNA എന്ത് സംഭവിക്കുന്നുണ്ട്, DNA ഇരട്ടിക്കുന്നുണ്ട്. പക്ഷെ ക്രോമസോം സംഖ്യ എന്ത് ചെയ്യുന്നില്ല, ഇരട്ടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് G2 ഫേസ് എന്ന് പറയുന്നത്. ഏതാണ് G2 ഫേസ് എന്ന് പറയുന്നത്? ഇതാണ് G2 ഫേസ്, ഇതാണ് അല്ലെ, സെക്കൻഡ് ഗ്യാപ്പ് ഫേസ് ആണ് G2 ഫേസ് അല്ലെ. സെക്കൻഡ് ഗ്യാപ്പ് ഫേസ് ആണ് ഏത്, G2 ഫേസ്. ദെൻ സിന്തസിസ് ഫേസ്. ദെൻ നമ്മൾ എന്താണ്, G1 ഫേസ് കണ്ടു. ഇനി സെക്കൻഡ് ഫേസ് ആയ G2 ഫേസ്. G2 ഫേസിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രോത്ത് ഫേസ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ G2 ഫേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രോത്ത് ഫേസ് ആണ്. ഇവിടെയാണ് എന്താണ്, സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ആവുന്നില്ല, അതെന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യുകയാണ്. ദെൻ ഇവിടെ എന്താണ്, RNAയുടെയും പ്രോട്ടീൻ്റെയും സിന്തസിസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ, RNAയുടെയും പ്രോട്ടീൻസിൻ്റെ സിന്തസിസ്. ദെൻ സെല്ല് എന്ത് ചെയ്യാണ്, സെല്ല് മൈറ്റോസിസിന് വേണ്ടി ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈറ്റോസിസ് നടക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, സെല്ല് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. G2 ഫേസിൽ എന്താണ്, സെക്കൻഡ് ഗ്രോത്ത് ഫേസ് ആണ്. അവിടെ എന്താണ്, സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രോട്ടീൻ്റെയും RNAയുടെയും സിന്തസിസ് നടക്കുന്നുണ്ട്. സെല്ല് എന്തിന് പ്രിപ്പയർ ആകുകയാണ്, മൈറ്റോസിസിന് വേണ്ടി സെല്ല് പ്രിപ്പയർ ആകുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്, ഒന്നും കൂടെ ടീച്ചർ ഒന്ന് ഓടിച്ചിട്ട് പറയാം. എന്താണ് സെൽ സൈക്കിളും സെൽ ഡിവിഷനും. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൽ സൈക്കിളിനുള്ളിൽ എന്തൊക്കെയുണ്ട്, സെൽ ഡിവിഷനും നടക്കുന്നുണ്ട്, സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട് അല്ലേ, DNA റെപ്ലിക്കേഷൻ ഇതൊക്കെ നമ്മൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി സെൽ സൈക്കിളിൽ 2 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട്. അപ്പോൾ ഈ ഇന്റർഫേസിന് എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്, G1 ഫേസും ഉണ്ട്, എസ് ഫേസും ഉണ്ട്, G2 ഫേസും ഉണ്ട്. ഏതൊക്കെയാണ്, G1,
G2 S. G എന്താണ് സൂചിപ്പിക്കുന്നത്? ഗ്യാപ്പ് അല്ലെ? G എന്ന് പറയുന്നത് ഗ്യാപ്പ്. ഗ്യാപ്പ് 1 ഫേസും ഉണ്ട്, ഗ്യാപ്പ് 2 ഫേസും ഉണ്ട്, ദെൻ S ഫേസും ഉണ്ട്. S ഫേസ് എന്ന് പറയുന്നത് എന്താണ്? സിന്തറ്റിക് ഫേസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? സിന്തറ്റിക് ഫേസ് ആണ്. പിന്നെ G1ഉം G2ഉം. ദെൻ G1ൽ എന്താണ് പ്രത്യേകത പറഞ്ഞത്? G1 ഫേസിൽ എന്താണ്? നമ്മൾ ഇന്റർഫേസിനെ പറയുന്നത് മറ്റൊരു പേരെന്താണ്? റെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു. G1ന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? റെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു. ഇനി ഈ G1 ഫേസ് ആണ് എന്ത്? ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. ഈ ഫേസിലാണ് എന്ത് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കുന്നത്? DNA റെപ്ലിക്കേഷൻ ആവശ്യമായ മെഷീനറീസിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? ഈ ഒരു സ്റ്റേജിലാണെന്ന് പറഞ്ഞു അല്ലെ? ഏത് സ്റ്റേജിലാണ്? G1 ഫേസിലാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇതാണ് കേട്ടോ, G1 ഫേസിലാണ് എന്ത് നടക്കുന്നത്? അതിൻ്റെ DNA റെപ്ലിക്കേഷൻ സാധ്യമാകേണ്ട എന്താണ് സാധ്യമാകുന്നത്? മെഷീനറീസ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെയാണ്. ദെൻ RNAയുടെയും പ്രോട്ടീൻസിൻ്റെയും സിന്തസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഫേസ് G1 ഫേസിലാണ്. നമ്മൾ ഇന്റർഫേസിനെ എന്തെന്നും കൂടി പറയുന്നുണ്ട്? റെസ്റ്റിംഗ് ഫേസ് എന്നുകൂടി പറയുന്നുണ്ട്. ദെൻ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഇത്രയാണ് മൈറ്റോസിസിനും DNA റെപ്ലിക്കേഷനും ഇടയിലുള്ള ഒരു ഇന്റർവെൽ ഫേസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത് അല്ലെ? ഇന്റർഫേസിന്റെ G1 ഫേസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമ്മൾ എന്ത് കണ്ടു? സിന്തറ്റിക് ഫേസ് കണ്ടു അല്ലെ? സിന്തറ്റിക് ഫേസ് അല്ലെങ്കിൽ S ഫേസ് എന്ന് പറഞ്ഞു. ഇനി ഈ സിന്തറ്റിക് ഫേസിൽ എന്താ സംഭവിക്കുന്നത്? സിന്തസിസ്. ആരുടെയൊക്കെ സിന്തസിസ് ആണ് നടക്കുന്നത്? മെയിൻ ആയിട്ട് സിന്തറ്റിക് ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഇവിടെയാണ് അല്ലെ? ഈ സ്റ്റേജിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഇവിടെ ഇപ്പം റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? DNA ഡബിൾ ആവുന്നുണ്ട്, പക്ഷേ ക്രോമസോം സംഖ്യ ഇരട്ടിക്കുന്നില്ല. ഇതാണ് DNA അല്ലെ? ഓരോന്ന് വെച്ചോളൂ. പക്ഷെ ഈ DNA എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ക്രോമസോമിന്റെ നമ്പറിന്റെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നില്ല. ഇനി ആനിമൽ സെല്ലിൽ റെപ്ലിക്കേഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ന്യൂക്ലിയസിനുള്ളിലാണ് DNA എന്താണ് നമ്മുടെ ഈ റെപ്ലിക്കേഷൻ അല്ലെ? ആനിമൽ സെല്ലിൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? ന്യൂക്ലിയസിനുള്ളിലാന്ന് പറഞ്ഞു. ദെൻ ഇവിടെ എന്താണ് നമ്മുടെ ഇത്? എന്താണ്? DNA ഡബിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ക്രോമസോമിന്റെ എണ്ണത്തിൽ ഡബിളിങ് ഉണ്ടാവുന്നില്ല അല്ലെ? ഇനി DNA റെപ്ലിക്കേഷൻ നടക്കുന്നതും ഏത് ഫേസിൽ തന്നെയാണ്? നമ്മുടെ സിന്തസിസ് ഫേസ് അല്ലെ? S ഫേസ്. ഇനി G2 ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? G2 ഫേസിൽ എന്താണ്? ഒരു ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സെൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഗ്രോത്ത് ഫേസ് ആണ്. ദെൻ എന്താണ്? മൈറ്റോസിസിന് വേണ്ടി സെല്ലിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ എന്താണ്? RNAയുടെയും പ്രോട്ടീൻ്റെയും സിന്തസിസ് S ഫേസിൽ ആരംഭിച്ച അല്ലെ? RNAയുടെയും പ്രോട്ടീൻസിൻ്റെയും സിന്തസിസ് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ അല്ലെ? എന്താണ്? G1, G2, S ഫേസ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ടീച്ചർ പറഞ്ഞൊരു കാര്യം, അതായത് G1 ഫേസിൽ എന്താണ്? നമ്മൾ S ഫേസ് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അവിടെ? ക്രോമസോം ഇരട്ടിക്കുന്നില്ല, പക്ഷെ എന്ത് ഇരട്ടിക്കുന്നുണ്ട്? ഡബിൾ DNA എന്താവുന്നുണ്ട്? ഡബിൾ ആവുന്നുണ്ട്. എന്താണ്? ക്രോമസോം ഇരട്ടിക്കുന്നില്ല, അത് ക്രോമസോം സംഖ്യയ്ക്ക് എന്താണ്? വർധന ഉണ്ടാവുന്നില്ല, പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്? DNA എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ G1 ഫേസിലാണ് നമ്മുടെ അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് DNA എന്ന് പറയുന്ന DNAയുടെ ഒരു എണ്ണം 2C ആണെങ്കിൽ അത് S ഫേസ് സിന്തറ്റിക് ഫേസ് ആകുമ്പോഴേക്കും എത്രയായി? അത് 4 ആയി, ഡബിൾ ആയി അല്ലെ? 2 ഗുണം 2 ആണല്ലോ 4 അല്ലെ? അപ്പൊ എന്താണ്? ഇവിടെ 2 ആയിരുന്നു, പിന്നെ എന്താണ്? അടുത്ത ഫേസ് വന്നപ്പോഴേക്കും, അത് സിന്തറ്റിക് ഫേസ് വന്നപ്പോഴേക്കും അത് എത്രയായി? 4C ആയിട്ട് മാറി. ഇനി ക്രോമസോം സംഖ്യ ഡിപ്ലോയിഡ് കണ്ടീഷനാണ്, വിച്ച് മീൻസ് എന്താണ്? 2N ആണ്. 2N എണ്ണത്തിലാണെങ്കിൽ ഏത് സ്റ്റേജിൽ? G1 ഫേസിൽ. അത് S ഫേസ് ആകുമ്പോഴും അതിൻ്റെ എണ്ണം എത്ര തന്നെയാണ്? 2N എണ്ണത്തിൽ തന്നെയാണ് കേട്ടോ. 2N എണ്ണത്തിലാണ്, പക്ഷെ എണ്ണം എന്താവുന്നില്ല? ഇൻക്രീസ് ചെയ്യുന്നില്ല. ക്രോമസോമിന്റെ എണ്ണത്തിൽ ഇൻക്രീസ് ചെയ്യുന്നില്ല. അതായത് G1 ഫേസിൽ ഇരിക്കുന്ന G1 ഫേസിൽ എന്തൊക്കെയുണ്ട്? DNA ഉണ്ട്, ക്രോമസോമും ഇല്ല, ന്യൂക്ലിയസിനുള്ളിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ എന്താണ്? G1 ഫേസിലുള്ള DNAയുടെ എണ്ണം 2C ആണെങ്കിൽ S ഫേസ് ആകുമ്പോഴേക്കും അത് 4 ആയിട്ട് മാറുന്നു, ഡബിൾ ചെയ്യുന്നു. പക്ഷേ എന്താണ്? ക്രോമസോമിന്റെ എണ്ണം എന്താണ്? 2N ആണെങ്കിൽ, ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് നമ്മുടെ ക്രോമസോം എങ്കിൽ അത് എന്താണ്? S ഫേസ് സിന്തറ്റിക് ഫേസിലും അതേ എണ്ണം തന്നെയാണ്, 2N
എണ്ണത്തിൽ തന്നെയാണ് അത് കാണുന്നത്. അതിനെന്തുണ്ടാവുന്നില്ല, മാറ്റം ഉണ്ടാവുന്നില്ല. ഇതിപ്പോൾ നോക്കിക്കോ, ഇത് നമ്മുടെ ജീവൻ ഫേസിലിരിക്കുന്ന ക്രോമസോമാണ്. ജീവൻ ഫേസിലിരിക്കുന്ന എന്താണ്, DNA ക്രോമസോമാണ് അല്ലേ. പക്ഷെ എന്താണ് ഇവിടെ DNA എത്ര എണ്ണമേ ഉള്ളൂ? ഇവിടെ എന്താണ് 2 DNA ആണുള്ളത്. പക്ഷെ എന്താണ് എസ് ഫേസ് വന്നപ്പോഴേക്കും നമ്മുടെ DNA എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു അല്ലെ. നമ്മുടെ DNA എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു അല്ലെ. നമ്മുടെ DNA എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു. മനസ്സിലായോ? നമ്മുടെ DNA എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു അല്ലെ. എന്താണ് ഇവിടെ എന്താണ് ഇത്രേ ഉള്ളായിരുന്നു അല്ലെ, 2 എണ്ണം വെച്ചോ ഉള്ളായിരുന്നു അല്ലെ. പിന്നീട് എന്തായിരുന്നു മാറി, എസ് ഫേസ് ആയപ്പോഴേക്കും, എസ് ഫേസ് എന്ന് പറയുമ്പോൾ ഏതാണ്, സിന്തറ്റിക് ഫേസ് ആണ് അല്ലെ. സിന്തറ്റിക് ഫേസ് ആണ്. സിന്തറ്റിക് ഫേസിൽ എത്തിയപ്പോഴേക്കും എത്രയായി, അത് 4 മാറി അല്ലെ. 4C ആയിട്ട് മാറി അല്ലെ. ജീവൻ ഫേസിൽ എത്രയായിരുന്നു, 2C ആയിരുന്നു. പക്ഷെ എന്താണ് എസ് ഫേസ് ആയപ്പോഴേക്കും 4C ആയി. പക്ഷെ ക്രോമസോം അല്ലെ, നമ്മുടെ ക്രോമസോം എന്ത് ചെയ്തില്ല, ഇരട്ടിച്ചിട്ടില്ല. മനസ്സിലായോ? ക്രോമസോം എന്ത് തന്നെയായിരിക്കും കണ്ടീഷൻ, ക്രോമസോം കണ്ടീഷൻ എന്ത് തന്നെയായിരിക്കും, ക്രോമസോമിന്റെ എണ്ണത്തിന്റെ ആ ഒരു ഇത് 2N ആണെങ്കിൽ ഇവിടെ എസ് ഫേസിലും എത്ര തന്നെയായിരിക്കും, അത് 2N തന്നെയായിരിക്കും. എത്ര തന്നെയാണ്, 2N തന്നെയായിരിക്കും. അപ്പൊ അത്ര ക്ലിയർ അല്ലേ? ഇനി അടുത്തത് വേറൊരു, നിങ്ങൾ ആ ചിത്രം കണ്ടപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ, G0 ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസും കൂടി ഉണ്ടായിരുന്നു. ഏതാണ് G0 ഫേസും കൂടെ? ഏതാണ് നമ്മൾ പറഞ്ഞു, G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ് അല്ലെ. ഇതാണ് ഇന്റർഫേസിനകത്ത് വരുന്നത് അല്ലെ. ഇതാണ് ഏതിനകത്ത് വരുന്നത്, നമ്മുടെ ഇന്റർഫേസിനകത്ത് വരുന്നത് അല്ലെ. ഇന്റർഫേസ് വരുന്നതാ ഏതൊക്കെ, G1, S, G2 അല്ലെ. G1, S, G2. പിന്നെ ഏതാണ്, പിന്നെ നമ്മൾ പറഞ്ഞു എം ഫേസ് ഉണ്ട് അല്ലെ. എം ഫേസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെയുള്ള ഒരു ഇതാണ് ഏത്, നമ്മുടെ G0 ഫേസ്. ഏതാണ് G0 ഫേസ്. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? മെയിനായിട്ട് സെൽ സൈക്കിള് ഉള്ള ഫേസസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയണം, ഇന്റർഫേസ് ഉണ്ട് അല്ലെ. ഇന്റർഫേസ് ഉണ്ട്, എം ഫേസ് ഉണ്ട് കേട്ടോ. ഇന്റർഫേസ് ഉണ്ട്, ഏതുണ്ട്, എം ഫേസും ഉണ്ട്. ഈ ഇന്റർഫേസിനകത്ത് വരുന്നതാണ് G1, S, G. G എന്തിനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, ഗ്യാപ്പ് അല്ലെ. G എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്യാപ്പ് 1, ഗ്യാപ്പ് 2 അല്ലെ, ഗ്യാപ്പ് 2. ഇനി S എന്ന് പറയുമ്പോൾ എന്താണെന്നാ പറഞ്ഞ, സിന്തറ്റിക് അല്ലെ, സിന്തറ്റിക്. ഇനി എന്താണ് G1, S, G2, എം ഫേസ്. അതുപോലെ തന്നെയുള്ള വേറൊരു ഫേസ് ആണ് ഏതെന്ന് പറയുന്നത്, G0 ഫേസ് എന്ന് പറയുന്നത്. ഏതാണ് G0 ഫേസ് എന്ന് പറയുന്നത്? G0 ഫേസ് എന്ന് പറഞ്ഞാൽ, G0 ഫേസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഓർഗാനിസം ഫുൾ ഗ്രോത്ത്, അതിന് ഫുൾ സെൽ ഗ്രോത്തും അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ചില ബോഡിയിലുള്ള ചില ഓർഗൻസ് മാത്രം എന്ത് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് സെല്ല്, ഹൃദയത്തിന്റെ സെല്ലുകൾ എന്ത് ചെയ്യുന്നില്ല, പിന്നീട് അത് ഡിവിഷൻ അല്ലെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അത് ആ തുടക്കത്തിലെ ഗ്രോ ചെയ്ത് അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് എന്തുണ്ടാവുന്നില്ല, അതിനൊരു ഡിവിഷനോ ഗ്രോത്തോ ഉണ്ടാവുന്നില്ല. അത്തരത്തിലുള്ള കോശങ്ങൾ എന്താണ്, അവർ ജീവൻ ഫേസിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ജീവൻ ഫേസിലെ കഴിഞ്ഞിട്ട് ആ ജീവൻ ഫേസിലെ ഗ്രോത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവരെങ്ങോട്ട് പോകും, G0 ഫേസിലേക്ക് പോകും. അവരെങ്ങോട്ട് പോകും, G0 ഫേസിലേക്ക് പോകും. അവർക്ക് ഇനി എന്ത് ആവശ്യമില്ല, ഒരു ഗ്രോത്ത് ആവശ്യമില്ല. അതായത് ജീവൻ ഫേസിലൂടെ അവർ കടന്നു വന്ന് ഫുൾ ഗ്രോത്തും അറ്റൈൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്യുന്നില്ല, അവർ പിന്നീട് അടുത്ത ഗ്രോത്തിലേക്ക് പോകുന്നില്ല. അവർ പിന്നീട് എന്ത് ചെയ്യുകയാണ്, തിരിച്ച് ഇങ്ങോട്ട് G0 ഫേസിലേക്ക് വരുവാണ്. ഈ G0 ഫേസിന് നമ്മൾ പറയുന്നത് എന്തെന്നാണ്, ക്വൊഷ്യന്റ് സ്റ്റേജ് എന്നാണ് പറയുന്നത് കേട്ടോ. ക്വൊഷ്യന്റ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇതൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നില്ല, സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല. ഇവിടെ എന്താണ്, സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല അല്ലെ. സെല്ല് എന്ത് ചെയ്യുന്നില്ല, ഇതാണ് നമ്മുടെ സെല്ല് അല്ലെ. സെല്ല് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. നമ്മുടെ സെല്ലുകൾ എന്ത് ചെയ്യുന്നതാണ്, ഡിവൈഡ് ചെയ്യുന്നതാണ്. സെല്ലുകൾ എന്ത് ചെയ്യുന്നതാണ്, ഡിവൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, G0 ഫേസ് ആകുമ്പോഴേക്കും നമ്മുടെ സെല്ല് എന്ത് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ക്വൊഷ്യന്റ് സ്റ്റേജ് എന്ന് പറയുന്നു. ക്വൊഷ്യന്റ് സ്റ്റേജ് എന്ന് പറയുന്നു. ഇനി ആ ഒരു സമയത്ത് എന്താണ്, സെല്ലുകളൊന്നും ഡിവൈഡ് ചെയ്യുന്നില്ല. ഉദാഹരണമായിട്ട് പറയാൻ നമ്മുടെ ഹാർട്ടിന്റെ സെല്ലുകൾ കേട്ടോ. ഹാർട്ടിന്റെ സെല്ലുകൾ അവർ ജീവൻ ഫേസിലൂടെ കടന്നു വന്ന് ഒരു ഫുൾ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അവർക്കൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാവുന്നില്ല, ഒരു എന്താണ് സെൽ ഡിവിഷൻ ഉണ്ടാവുന്നില്ല അല്ലെ.
അപ്പൊ അത്തരത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു, G1 എല്ലാ ഗ്രോത്ത്, G1 എല്ലാ ഫേസും അവർ കടന്നുപോയി. കടന്നുപോയിട്ട് അവർ ഫുൾ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോവാണ് ഇവര്, G0 ഫേസിലേക്ക് തിരിച്ചു പോവുകയാണ്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. G0 ഫേസ് എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. G0 ഫേസ് എന്ന് പറയുമ്പോൾ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഇനാക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ്, കഴിയുന്നില്ലാത്ത ഒരു സ്റ്റേജ് ആണ് അല്ലെ. ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്, ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ആനിമൽ സെല്ലിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നടക്കുന്നത് ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസിലാണ്. എന്താണ്, ആനിമൽ സെല്ലിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിപ്ലോയിഡ് സൊമാറ്റിക് സെല്ലിലാണ്. ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സൊമാറ്റിക് സെല്ലും ഉണ്ട്, ജേം സെൽസും ഉണ്ട്. ജേം സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ് റീപ്രൊഡക്റ്റീവ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളാണ് അല്ലെ. സൊമാറ്റിക് സെൽ എന്ന് പറയുമ്പോൾ സ്കിൻ ഒക്കെ അങ്ങനത്തെ ഉള്ളതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, സൊമാറ്റിക് സെല്ലിനകത്ത് വരുന്നത്. അപ്പോൾ എന്താണ്, ആനിമൽ സെല്ലിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നമുക്ക് ഡിപ്ലോയിഡ് സൊമാറ്റിക് സെല്ലിൽ കാണാൻ സാധിക്കും. പക്ഷെ പ്ലാന്റ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, പ്ലാന്റ്സ് ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ആയിട്ടുള്ള സെല്ലുകളിൽ നമ്മുടെ പ്ലാന്റ് സെൽ എന്ത് കാണിക്കുന്നുണ്ട്, ഈ ഡിവിഷൻ കാണിക്കുന്നുണ്ട്. ഏത് ഡിവിഷൻ, മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ കാണിക്കുന്നുണ്ട്. എന്താണ്, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് സെല്ലുകളിൽ, പ്ലാന്റ്സിന്റെ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് സെല്ലുകളിൽ എന്ത് കാണിക്കുന്നുണ്ട്, ഇവര് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ആനിമൽ സെല്ലിന്റെ കേസിൽ എങ്ങനെയാണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൊമാറ്റിക് സെല്ലിൽ മാത്രമാണ് അവർ എന്ത് കാണിക്കുന്നത്, മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ കാണിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഈ സെല്ലിന്റെ സെൽ സൈക്കിളിന്റെ ആ ഒരു സ്റ്റേജസ് കാണാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് പ്ലാന്റിന്റെ സെല്ലുകളാണ്. അതായത് നമ്മുടെ ഉള്ളിത്തൊലിയുടെ അതാണ് നമ്മൾ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഓരോ സെല്ലിൻ്റെ സ്റ്റേജുകൾ, സെൽ ഡിവിഷൻ്റെ സ്റ്റേജുകൾ, നമ്മൾ സെൽ സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റിൽ എന്താണ്, ഹാപ്ലോയിഡും ഡിപ്ലോയിഡ് സെല്ലുകളിലും എന്ത് നടക്കുന്നുണ്ട്, ഈ സെൽ ഡിവിഷൻ അല്ലെ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആനിമൽ സെല്ലിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൊമാറ്റിക് സെല്ലിൽ മാത്രമാണ് എന്ത് കാണാൻ സാധിക്കുന്നത്, മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ടീച്ചർ കരുതുവാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, സെൽ ഡിവിഷനും സെൽ സൈക്കിളും അല്ലേ, അതുമായി ബന്ധപ്പെട്ട ഇൻട്രോ പോർഷനാണ് നമ്മൾ കണ്ടത് അല്ലേ. എന്താണ് ഇന്റർഫേസ്, എന്താണ് എം ഫേസ് ഉണ്ട്, ഇത് രണ്ടുമാണ് സെൽ സൈക്കിളിന്റെ രണ്ട് ഫേസസ്. അതിൽ ഇന്റർഫേസിൽ വരുന്ന G1 S G2 ഫേസ് കണ്ടു. ദെൻ G0 ഫേസ് എന്താണെന്ന് കണ്ടു. G0 ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് പറയണം, അതൊരു ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. അപ്പൊ എന്താണ്, G0 ഫേസിലുള്ളവർ എങ്ങനെയാന്ന് പറഞ്ഞു, അവർ ഇനാക്റ്റീവ് സ്റ്റേജിലാന്ന് പറഞ്ഞു. ഇവരെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവർ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷെ അവർ എന്ത് ചെയ്യുന്നില്ല, പ്രൊളിഫറേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു കഴിവ് അവർക്ക് കുറവാണ്. പക്ഷെ ഇവരെന്താണ്, മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്യുന്നില്ല. അവർ G1 ഫേസിൽ നിന്ന് എങ്ങോട്ട് എൻ്റർ ചെയ്യുകയാണ്, ഇനാക്റ്റീവ് സ്റ്റേജ് ആയ G0 ഫേസിലേക്ക് അവർ എൻ്റർ ചെയ്യുവാണ്. ഇത് നോക്കിക്കേ, ഇവിടെയാണ് കേട്ടോ G1, ഇത് G2 ഫേസ്, ഇത് S ഫേസ്, ഇത് G1 ഫേസ്. ഇങ്ങനെ നോക്കണേ, G2 S ഫേസ്, G1 ഫേസ്. ഇവരിവിടെ നിന്ന് എന്ത് ചെയ്യുന്നില്ല, മൈറ്റോസിസ് സ്റ്റേജിലേക്ക് എം ഫേസിലേക്ക് പോകുന്നില്ല. അവിടെ തന്നെ അവർ എങ്ങോട്ട് പോവാണ്, G0 ഫേസിലേക്ക് പോവാണ്. എങ്ങോട്ട് പോവാണ്, G0 ഫേസ് അല്ലെങ്കിൽ കോയിഷൻ സ്റ്റേജിലേക്ക് പോവാണ്. എന്താണ്, ഈ സ്റ്റേജ് ഇനാക്റ്റീവ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. അതായത് ഇത്തരത്തിലുള്ള സെല്ലുകൾ അവരൊരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്താണ്, വീണ്ടും ആ ഒരു ഗ്രോത്തിന്റെ ആവശ്യമില്ല, ഒരു സെൽ ഡിവിഷന്റെ ആവശ്യമില്ല. അതായത് നമ്മുടെ എക്സാമ്പിളായിട്ട് ഹൃദയത്തിന്റെ സെല്ലുകൾ, അവർക്ക് എന്താണ്, ഇനിയൊരു സെൽ ഡിവിഷന്റെ ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോഴേക്കും എന്താണ്, അവർ ആ ഒരു ഇതിലെ അതായത് എം ഫേസിലേക്ക് പോകാതെ അവർ G1 നിന്ന് നേരെ G0 ഫേസിലേക്ക് പോകുന്നു. ഇനി മറ്റ് ചില സെല്ലുകളുണ്ട്, അവരെന്താണ്, പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സെല്ലുകളും എങ്ങോട്ട് പോകുന്നുണ്ട്, G0 ഫേസിലേക്ക് പോകുന്നുണ്ട്. അതിന് ഉദാഹരണമാണെങ്കിൽ നമ്മുടെ ഡെഡ് സെല്ല്, എന്തെങ്കിലും സെല്ലുകൾ നമുക്ക് ഡാമേജ്ഡ് ആകുമ്പോഴോ ഡെഡ് ആകുമ്പോഴോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും എന്താണ്, ആ ഒരു സാഹചര്യത്തിൽ മാത്രം ഇവർക്ക് എന്ത് ചെയ്താൽ മതി, സെൽ ഗ്രോത്ത് അല്ലെ സെൽ ഡിവിഷൻ ആക്കിയാൽ മതി. അപ്പൊ അതിന് മുന്നോടിയായിട്ട് അവർ എന്ത് ചെയ്യും,
G1 ഫേസിൽ നിന്ന് അവരെങ്ങോട്ട് പോകും? G0 ഫേസിലേക്ക് അവർ പോകും. G1 ഫേസിൽ നിന്ന് അവരെങ്ങോട്ട് പോകും? G0 ഫേസിലേക്ക് പോകും. അപ്പോൾ ഹൃദയത്തിൽ എന്താണ് അവർ കണ്ടിന്യൂസ് എന്താണ് G1 ഫേസിലൂടെ കടന്നു പോയിട്ട് പിന്നീട് അവർക്ക് മൈറ്റോസിസിന്റെ ആവശ്യമില്ല, എം ഫേസിന്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴേക്കും അവരെങ്ങോട്ട് പോകും? G0 ഫേസിലേക്ക് പോകും. ദാറ്റ് ഈസ് ദ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ എന്താണ് ചില സെല്ലുകൾ അവർക്ക് എന്താണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അവരുടെ സെല്ല് ഡിവൈഡ് ചെയ്താൽ മതി. അത്തരത്തിലുള്ള സെല്ലുകൾ എന്ത് ചെയ്യും? G1 ഫേസിൽ നിന്ന് G0 ഫേസിലേക്ക് പോകും. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യം വന്ന് കഴിയുമ്പോൾ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? G1-ൽ നിന്ന് M ഫേസിലേക്ക് പോകുന്നത്. നോക്കിക്കേ, ഇതാണ് ചിത്രം. നോക്കിയേ, ഇത് G2 S ഫേസ്, G1 ഫേസ്. നോക്കിക്കേ, ഇതെന്താണ്? ചില സെല്ലുകൾ G0 ഫേസിൽ തന്നെ ഇരിക്കുവാണ്. പക്ഷെ മറ്റു ചിലർക്ക് എന്താണ് എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് G1 ഫേസിൽ നിന്ന് കടന്ന് ഇങ്ങോട്ട് പോകണം, M ഫേസിലേക്ക് പോകേണ്ട സാധ്യതയുണ്ട് അല്ലെ, M ഫേസിലേക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് അല്ലെ. സെൽ സൈക്കിളാണ് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആദ്യം ഇവിടെ നിന്നാണ് G2 S ഫേസ് G1 ഫേസിലൂടെ കടന്ന് M ഫേസിലേക്ക് പോകുന്നു അല്ലെ. ഇനി അതിൻ്റെ ഇടയിലുള്ള അല്ലെ G1-ഉം G2-ഉം G1-ഉം S ഫേസും അല്ലെ, അതിന് ശേഷമുള്ള വന്നിരിക്കുന്നതാണ് ഏത്? അതിനിടയിൽ നമ്മൾ ചിത്രത്തിൽ കണ്ട ഒരു ഫേസ് ആണ് ഏതെന്ന് പറയുന്നത്? G0 ഫേസ് എന്ന് പറഞ്ഞത് അല്ലെ, G0 ഫേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ടീച്ചർ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ G0 ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രൊലിഫറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എസ് ഫേസിൽ ടീച്ചർ പറഞ്ഞ പ്രത്യേകത എന്തായിരുന്നു? DNA അല്ലെ, DNA എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രോമസോം എന്ത് ചെയ്യുന്നില്ല? ക്രോമസോം സംഖ്യയുടെ എണ്ണത്തിന് എന്ത് ചെയ്യുന്നില്ല? വർധനവ് ഉണ്ടാകുന്നില്ല. ക്രോമസോം എത്രയാണ് എണ്ണം? 46 ആണ് എണ്ണം അല്ലെ. എത്ര പേരുണ്ട്? 23 പേയേഴ്സ് ഉണ്ട്. പക്ഷെ അതിന്റെ ആ എണ്ണത്തിന് എന്ത് ചെയ്യുന്നില്ല? 46, 47, 48 ഒന്നും ആകുന്നില്ല. അത് അതുപോലെ തന്നെ ഇരിക്കുവാണ്. പക്ഷെ DNA എന്ത് ചെയ്യുന്നുണ്ട്? DNA ഡബിൾ ചെയ്യുന്നുണ്ട്. DNA എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ ചെയ്യുന്നുണ്ട്. ക്രോമസോമിന്റെ എണ്ണത്തിന് എന്ത് സംഭവിക്കുന്നില്ല? ഇൻക്രീസ് ഉണ്ടാകുന്നില്ല. ക്ലിയർ ആയ മക്കളെ? അപ്പൊ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു സെൽ പാർട്ടിൽ കണ്ടത് അല്ലെ, സെൽ സൈക്കിളിന്റെ ഈ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് M ഫേസിലേക്കാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫേസുകൾ പറഞ്ഞത് ഏത് ഫേസുകളാണ്? ഇന്റർഫേസിൽ പറഞ്ഞ ഓരോ ഫേസുകളും G1-ഉം S-ഉം G2-ഉം G0 ഫേസും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം ഏത് ചിത്രമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് കാണാം. ഇതുപോലെ ഒരു ചിത്രം അല്ലെ, ഇതുപോലൊരു ചിത്രം ഇല്ലേ? ഈ ഒരു സൈക്കിളിന്റെ വരുന്ന ചിത്രം. ഇതിലെന്താണ്? ഓരോന്നും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതൊരു സൈക്കിൾ പോലെ അല്ലെ, റൗണ്ട് പോലെ കാണിച്ചിരിക്കുകയാണ് ഈ ചിത്രം. ഇതിലെന്താണ്? ഇന്റർഫേസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇന്റർഫേസിനുള്ളിൽ ഇന്റർഫേസും M ഫേസും ആണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ സെൽ സൈക്കിളിന്റെ ഫേസ് എന്ന് പറഞ്ഞത്. ഇനി ഈ ഇന്റർഫേസിൽ ആരൊക്കെ വരുന്നുണ്ട്? G2 ഉണ്ട്, S ഉണ്ട്, G1 ഫേസ് ഉണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. G2 ഉണ്ട്, S ഉണ്ട്, G1 ഫേസ് ഉണ്ട്. ഇനി അതിനിടയിൽ വരുന്നതാണ് ഏത്? G0 ഫേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് ടീച്ചർ പറഞ്ഞു. ദെൻ എന്താണ്? M ഫേസ് ആണ് ഉള്ളത് അല്ലെ, M ഫേസ് ആണ് ഉള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇന്റർഫേസിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതെന്തായിരുന്നു? റെസ്റ്റിംഗ് ഫേസ് എന്ന് നമ്മൾ പറഞ്ഞു. എന്തെന്നാ പറഞ്ഞത്? റെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഇനി എന്താണ് നമ്മുടെ റെസ്റ്റിംഗ് ഫേസ് ഏതിന് ഇടയിലുള്ളതാന്നാ പറഞ്ഞത്? ഇന്റർഫേസ്. അതല്ലല്ലോ നമ്മൾ പറഞ്ഞത്. M ഫേസിന് ഇടയിലുള്ള ഫേസ് ആണല്ലേ. ഇവിടെ എന്തൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞത്? സെൽ ഗ്രോത്തും DNA സിന്തസിസും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. സെൽ ഗ്രോത്തും DNA സിന്തസിസും ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? G1 ഫേസ് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി RNA-യുടെയും പ്രോട്ടീന്റെയും സിന്തസിസ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. RNA-യുടെയും പ്രോട്ടീന്റെ ഒക്കെ എന്ത് നടക്കുന്നുണ്ട്? സിന്തസിസ് നടക്കുന്നുണ്ട്. ദെൻ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണ് കേട്ടോ. അത് മറക്കല്ലേ. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ് അല്ലെ, ഏത് ഫേസിലാണ്? S ഫേസിലാണ് കേട്ടോ. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് S ഫേസിലാണ്. G2 ഫേസിൽ എന്താണ്? ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാണ് അല്ലെ. സെക്കൻഡ് ഗ്രോത്ത് ഫേസ് ആണെന്ന് പറഞ്ഞു. ദെൻ RNA-യും പ്രോട്ടീന്റെ ആ സിന്തസിസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ദെൻ എന്താണ്? സെല്ല് മൈറ്റോസിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ് അല്ലെ. ഏതാണ് നമ്മുടെ ഇത് ചിത്രം നോക്കിയോ അല്ലെ. G1 ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
G1 എസ് ഫേസ് കഴിഞ്ഞ് G2 കഴിഞ്ഞിട്ട് നേരെ എം ഫേസിലേക്കാണ് പോകുന്നത്. അപ്പം G2 ഫേസിൽ തന്നെ അവർ എന്ത് ചെയ്യാണ്, എം ഫേസിലേക്ക് പോകാൻ വേണ്ടി അവർ അല്ലെ, തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ, തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും പോകാത്തവർ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ G1 ഫേസിൽ നിന്ന് നേരെ G0 ഫേസിലേക്ക് പോകുന്നു. ഇതിലൂടെ ഒന്നും ആവശ്യമില്ലാത്ത ഡിവിഷൻ, ആവശ്യമില്ലാത്ത, അല്ലെ, അങ്ങനത്തെ ഉള്ള സെല്ലുകൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, G1 നിന്ന് G0 ഫേസിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് നമ്മൾ എം ഫേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാം റെഡി ആയിട്ട് വരണം. അപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം. ടീച്ചർ എന്നും പറയുന്ന പോലെ വായിച്ചു നോക്കണം, പോയിന്റുകൾ അടയാളപ്പെടുത്തി വെക്കണം. ദെൻ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് പോയിന്റ് മാത്രം എഴുതിയാൽ മതി, വാരി വലിച്ചൊന്നും എഴുതാൻ പോകണ്ട. ആ പോയിന്റുകൾ നിങ്ങൾ എക്സാമിന് മുന്നോടിയായിട്ടൊന്ന് വായിച്ചു നോക്കി എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.